ഹായ് മച്ചാമാരെ, മൈട്രിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വളകാപ്പിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ ഞാനാണെങ്കിൽ നമ്മുടെ സതീഷിനോടെ വിഷ്ണുവിനോടെ ഒക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നെടുമ്പന ഉള്ള ഒരു ജിമ്മിൽ വന്നേക്കാണ്. അപ്പൊ അവർ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും കൂടെ ഒരു ഇതിന് പോയപ്പോഴത്തേക്ക് നമ്മുടെ മീനുമോളെ കൂടെ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ മീനുവിനെ കണ്ടില്ല, മീനു വീട്ടിലാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയിട്ട് മീനുവിനെ കാണാൻ. അപ്പൊ എന്തായാലും ഞാൻ ഇവിടെയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. എന്തോ 3 അടിക്കുന്ന കാര്യമൊക്കെയാണ് സതീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഷ്ണുവാണ് അവിടെ കിടന്ന് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ അഭിനയത്തിൻ്റെ ഉള്ള അവാർഡ് മേടിക്കാൻ നമ്മുടെ ജിം മാസ്റ്റർ റെഡി ആയിട്ടിരിക്കുകയാണ്. വിഷ്ണുവിനെ കിട്ടില്ലെന്നോ? ആരെ കിട്ടുന്നു? ഉച്ചയ്ക്ക് ഇനിയല്ല, വൈകിട്ട് ഇനി വന്ന് വർക്കൗട്ട് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് കൂടെ ശരത്ത് ഇവിടെ നിന്ന് വർക്കൗട്ട് തുടങ്ങി കേട്ടോ. ഹെവി വർക്കൗട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നെ കാല് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഷൂട്ടിങ്ങിനൊക്കെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഷൂട്ടിങ് പരിപാടിയൊക്കെ നടക്കുവാണ്. മീനോട്ട് വന്നിട്ടുണ്ട്, മീനോട്ടെ കണ്ടോളാൻ വയ്യ. നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ പോകുന്നു. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താ പറയുക, സർപ്രൈസ് ആയിട്ടാണ് എന്നെ വിളിച്ചില്ല. ഓൾറെഡി വരുമെന്ന് പറഞ്ഞാൽ, കാരണം ഇവരുടെ ഒരു രീതി അനുസരിച്ച് നമ്മളെ വീട്ടിൽ നിന്ന് ആരിലൊക്കെ പോകണം. എനിക്ക് നേരെ ഇരുന്ന് വണ്ടി ഓടിക്കാൻ വയ്യാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ അച്ഛനും അമ്മയും പോയിട്ട് വന്നപ്പോൾ അവളെയും കൊണ്ട് ഞാൻ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ ഉണ്ട്. അതിനുശേഷം അച്ഛനും അമ്മയും എവിടെ പോകുന്നു പറഞ്ഞപ്പോൾ അവളും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് വീഡിയോ എടുക്കാം. നമ്മുടെ ജിമ്മിൻ്റെ ഇപ്പുറത്തായിട്ടൊരു മാവേലേ ഇഷ്ടംപോലെ മാങ്ങയുണ്ട് കേട്ടോ. എനിക്കിവിടെ കൈ കൊണ്ട് എത്തുന്നത് കുറച്ചുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടുന്ന് പിച്ച് പറഞ്ഞ് തിന്ന് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല രസമുണ്ട് മാവ്, നല്ല ടേസ്റ്റിയാണ്. പുളിയോ കാര്യങ്ങളൊന്നുമില്ല. പൊട്ടാണെങ്കിൽ കൂടെ അത്യാവശ്യം ചെറിയൊരു മധുരം പോലെ ഉണ്ട് കേട്ടോ. സമയം 1:30 നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ പോവാം, ഫുഡ് കഴിക്കാം. ഇന്ന് നമ്മുടെ ചീര എല്ലാം കൂടെ രാവിലെ നമ്മൾ അരിഞ്ഞ് വെച്ചായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചീരത്തോരനും ഉണ്ടാവും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ചീരത്തോരൻ, മുരിങ്ങലത്തോരൻ. വേറെ ഒരു കറിയും വേണ്ട ചോറിനോട്. അതൊന്നും ഇട്ട് ഇളക്കി ഇച്ചിരി തൈരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ലെവലാണ്. അപ്പോൾ അതും കൂടെ വീട്ടിൽ പോയിട്ട് ഒന്ന് കഴിക്കണം. പിന്നെ ഡോഗ്സിനൊക്കെ അമ്മ പറഞ്ഞായിരുന്നു ഫുഡ് ഞാൻ ചെന്നിട്ട് കൊടുക്കാവുന്നു. അപ്പോൾ സമയം ഇത്രയായി, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇപ്പം ഞങ്ങളുടെ വീഡിയോ എടുപ്പെല്ലാം കഴിയും. സതീഷിനോട് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വിടാം. ഗായ്സ്, നമ്മൾ വീട്ടിലെത്തി. അമ്മച്ചനൊക്കെ പോയോ എന്നിട്ട്? അതെ, എനിക്ക് വേറെ പരിപാടി ഉണ്ട്. വളരെ സന്തോഷം. അത് പ്രസംഗമായിട്ടൊക്കെ അമ്മ ചേർക്കുന്നത് ചോറുകളും വീഡിയോസ് ഒക്കെ പഴയ വൈബിലെത്തി എന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. ഒരിക്കലും ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ചോറ് കഴിച്ചില്ല. കഴിക്കാൻ വിളമ്പിക്കോ? ഞാൻ അപ്പോഴത്തേക്ക് സിനിമ എഡിറ്റിംഗ് ഉണ്ട്. ചോറ് കഴിച്ചിട്ടാവാം. ഇനി പുറത്ത് വരുന്ന പോകണം. വിഷ്ണുവിനോട് സ്ഥലം വരെ പോകണം. വിശേഷങ്ങളൊക്കെ പിന്നെ പങ്കുവെക്കാം. ഞാൻ ഒന്ന് കട്ട് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞ സംഭവം ഇതാണ്. നമ്മുടെ ചീരത്തോരൻ, ചമ്മന്തി ഉണ്ട്, പിന്നെ കുറേ മീൻ അതൊക്കെ ഉണ്ട്. ഇതാണ്ട് നമ്മുടെ തൈരുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തൈര് ഇങ്ങനെ അങ്ങോട്ട് ഉടക്കുക, ഒഴിക്കുക. ഇന്ന് ഇത്രയും മതിയോ? ഞാൻ അത് ഇതൊന്നും കാണിക്കും. ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടാട്ടോ വന്നേ. ഇതുപോലെ ഞങ്ങൾ തൈരും ഈ ചീരയും കൂടി നടക്കും. ഒരു കടുമാങ്ങടോ. വിശേഷങ്ങൾ എന്തൊക്കെയാ? ഓ, മറ്റേതെന്തോ മേളില് ആഹാരം കൊണ്ട് ആളായിരുന്നു. ഞാൻ തന്നെ ഇറങ്ങിയായിരുന്നു. കൊണ്ടുവന്നു. അപ്പൊ കാലിന് കുഴപ്പമില്ല. ആരെ കാണാൻ വന്ന അവിടെ? ഇനി വന്നപ്പോ മീരൊക്കെ ആയിരുന്നു ഏറ്റവും സങ്കടം. കരഞ്ഞ് പനിയായി. ഇന്നലെ ഭയങ്കര ഞാൻ വന്നപ്പോഴത്തേക്കും ഇത്രയും ദിവസം അവക്ക് ഞാൻ പോകുന്നൊരു പ്രതീക്ഷ ഇത്രയും പെട്ടെന്ന് എടുത്തില്ലെന്ന്. ഒരാഴ്ച ആയെങ്കിലും അവക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് പ്രിപ്പയർ ആയിട്ടിരിക്കായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പനി വെച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ബാക്കിയെല്ലാം കൊണ്ടും ഹാപ്പി ആയിരുന്നു. അജീഷേനെ കാണണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ വിശേഷം നമുക്ക് പങ്കുവെക്കാം. പിന്നെ അമ്പിയമ്മയ്ക്കും ഓക്കെ, ഞങ്ങളത് കഴിച്ചു വരാവേ. അമ്മ എവിടെ പോയി? ഞങ്ങള്
മരുമോള് വന്നത് അറിഞ്ഞുകൊണ്ടാണോ? ഇതൊക്കെ എന്തൊക്കെയാ? മുളകാ ബജ്ജി, നെയ്യപ്പം, പരിപ്പ് വട. അല്ല നമ്മളോട് ഇരിക്കുമ്പോൾ ഒരു തേങ്ങയും പിടിച്ചോണ്ടിരുന്നില്ല കേട്ടോ. ഇന്നത്തെ വീട്ടിലുണ്ട്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടേതാ? എനിക്ക് ഉള്ളിവടയും പരിപ്പുവടയും ബജി. ഉള്ളിവടയിലല്ലേ? ഉള്ളിവട ആ കടയുണ്ടായിരുന്നു, ഞാൻ വരുന്ന വഴിക്ക്. ഞാൻ ചാവടി കയറി കടയുണ്ടായിരുന്നു. പക്ഷെ നല്ല മുരിഞ്ഞ ഉള്ളിവട ഉണ്ട്, അറിയോ? നല്ല രസമായിരിക്കും. എനിക്ക് ചായയില്ലയോ? എടുക്ക്. നമ്മളെന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളത് അവർക്ക് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ കണ്ണിൽ കുരുവെന്ന് വരുമെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറ്റിയും കേട്ടോ. ഇതുണ്ടോ, ഇതിപ്പം വിശന്നിരിക്കുകയാണ്. ഇതിനർത്ഥം വിശപ്പുണ്ടെന്നാണ്. അല്ലാതെ ഇവർ നമ്മളെ മൈൻഡ് പോലും ചെയ്യാറില്ല. ഇപ്പൊന്നുണ്ടോ ഓടിയിരുന്നുണ്ടോ, എല്ലാവരും വാതിക്കലോട് വരുന്നുണ്ടോ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ആ വിശപ്പ് ഇവർക്ക് തിന വേണം, വെള്ളം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് അവരിങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്. ഇനി ഈ കൂട്ടിൽ അവർക്ക് തിനയുണ്ട്, അതുകൊണ്ടാണ് അവർ വലുതായിട്ട് ബഹളം വെക്കാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തിന്നാണെന്ന് പറഞ്ഞാൽ നല്ല മുളകാ ബജിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുളകാ ബജി. ചൂടില്ല, ചൂടുണ്ടായി പൊളിക്കും, പൊളി സാധനം. എൻ്റെ ഭഗവാനെ, ഞാൻ പറഞ്ഞില്ലയോ വിശന്നിരിക്കുമെന്ന്. വാ കാണിച്ചു തരാം. നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ ഇവരെല്ലാം വിശന്നിരിക്കുമായിരുന്നു. നല്ല കഴിക്കുന്നുണ്ടോ? കണ്ടോ, വിശന്ന് പോയി. ഫുഡ് കൊടുത്തു, കണ്ടോ അടിപൊളിന്ന് കഴിക്കുന്നു. കഴിച്ചോ. നമ്മളവരെ ഒന്ന് ശല്യം ചെയ്യായിരുന്നു, ആദ്യം അവരൊന്ന് കഴിച്ചോളുന്നുണ്ടോ. ആ, ശല്യം ചെയ്യാരി, ശല്യം ചെയ്യണമെന്ന് പറയുമ്പോൾ ശല്യം ചെയ്യുന്നു. ചേട്ടാ കണ്ടോ. ഓരോരോ ടീമുണ്ടാട്ടോ അവർ. അതുകൊണ്ട് അതൊക്കെ കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കുഞ്ഞുങ്ങളെങ്ങനെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചുണ്ടിൻ്റെ അടുത്തൊരു വലിയ കളർ ഉണ്ടാവില്ല. അത് ഇനി വളർന്ന് ഒരു ഏജിലായി വരുന്ന സമയത്ത് അവർക്ക് ആ ഒരു കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ശല്യപ്പെടുത്താൻ തിന്നിട്ടെത്തുന്നു. മീൻ എന്നപ്പം പറഞ്ഞിരുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് നമ്മുടെ ബേബിക്ക് വേണ്ടി വന്നിട്ടുണ്ടെന്ന്. ഇതൊക്കെയാണ്. എൻ്റെ പേരും തൊടി പേരുമല്ലോ, അറിയോ? എന്തൊക്കെയാ പെട്ടെന്ന് പറ. അത് ബേബി നെസ്റ്റ് ബെഡ്. ഇത് കൊതുവൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഏറ്റവും വലിയ ഐറ്റം തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാണുമ്പോൾ. എന്ന് വെച്ചാൽ നമ്മൾ പ്രഗ്നന്റ് ആകുന്നതിനൊക്കെ മുമ്പ് ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോസ് ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ തോന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യമേ കിട്ടിയപ്പോൾ ഭയങ്കര സാധനം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം. പിന്നെ ഇത് മറ്റേ കൊച്ചിനെ കിടത്താനല്ലോ ഫീഡിങ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമുക്കൊരു അത് നമുക്ക് കൈ പിടിച്ചു നടക്കാം കൊച്ചിനെ. അത് കൊള്ളാം. ഇതെന്തുപടി ബാസ്ക്കറ്റോ? കൊച്ചി സ്കൂളിൽ കൊണ്ടുവന്നോ? അല്ല, ഇനി എന്നാ തിരിച്ച് വീട്ടിലോട്ട്? നല്ലായി. അപ്പോൾ ഗായ്സ്, ഞാൻ വന്ന് കിടന്നു. ഇതുണ്ട് എൻ്റെ കാലിൽ നീര് കാണിച്ചിരിക്കും. പിന്നെ ഇതുണ്ട്, ഇതാണ് നമ്മുടെ അവസ്ഥ. കണ്ടാ ഈ മുട്ട നമ്മൾ വ്യത്യാസം കണ്ടാ, നീരുണ്ട. അപ്പം ശരിയാണ് അയച്ചിട്ടാണ്, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വർദ്ധിക്കത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞങ്ങളുടെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നീ എന്തായാലും വന്നതിൽ ഭയങ്കര സന്തോഷം. പക്ഷെ പറയാതാണ് വന്നത്, അത് വേറൊരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ലോകം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ ഞാൻ വളാപ്പം ഇങ്ങനെ പോയോണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. നമ്മുടെ വളാപ്പിന്റെ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് നമുക്ക് ആശംസകളൊക്കെ പറഞ്ഞ് നല്ലൊരു ഭാവി കിട്ടട്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും താങ്ക് യു. എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ. അപ്പൊ അത് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ കൊച്ചു സന്തോഷങ്ങളിൽ നിങ്ങളെയും കൂടെ ചേർത്തുകൊണ്ട് മറ്റൊരു വിശേഷമായി മറ്റൊരു കാണാം. ബൈ ബൈ.